ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്രേഡിംഗ് സൈക്കോളജിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോൾ ഇട്ടിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ട്രേഡിംഗ് സൈക്കോളജി വീഡിയോസ് ചെയ്യാൻ വേണ്ടിയാണ്. ട്രേഡിംഗ് സൈക്കോളജി ജസ്റ്റ് സൈക്കോളജി മാത്രമല്ല, എൻ്റെ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കുറച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ട്രേഡിംഗ് സൈക്കോളജി എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ട്രേഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക സൈക്കോളജി വേണമല്ലോ. ട്രേഡിംഗ് ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് അനുയോജ്യമായ സൈക്കോളജി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ട്രേഡിംഗ് സൈക്കോളജിക്ക്. പക്ഷേ എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും ട്രേഡിംഗ് സൈക്കോളജി പീക്കിൽ എത്തിച്ചേരാൻ പറ്റാത്തത്? അതാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ഇപ്പം ഷോർട്ടർ ടൈം ഫ്രെയിം നോക്കിയാൽ പോലും മാർക്കറ്റ് അത്യാവശ്യം സൈഡ് വേസിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഡെയിലി ചാർട്ടിൽ നോക്കിയാൽ പോലും മാർക്കറ്റ് 200 EMA സപ്പോർട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്സൈഡ് പോയിട്ട് വീണ്ടും ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർ കുറച്ച് കൺഫ്യൂഷനാണ്. അതായത് ഒരു മേജർ സപ്പോർട്ടിൽ നിൽക്കുന്നു, മാത്രമല്ല അവിടെ നിന്ന് അപ്സൈഡ് മൂവ്മെൻറ്റ് അധികം കിട്ടിയിട്ടുമില്ല. അതായത് ഒരു ഡേ ടൈം ഫ്രെയിമിലും മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് ബേസിൽ തന്നെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 200 EMA ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുകയാണെങ്കിൽ ഒരു നല്ല മൂവ് പ്രതീക്ഷിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു നല്ല സപ്പോർട്ടൊക്കെ എടുത്ത് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അപ്സൈഡ് മൂവ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ട്രേഡിംഗ് സൈക്കോളജി എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഈ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ വ്യത്യാസമാണ്, അവിടുത്തെ മെമ്പേഴ്സ് വ്യത്യാസമാണ്, നമ്മൾ വളർന്ന രീതികൾ വ്യത്യാസമാണ്. അപ്പോൾ അതുപോലത്തെ എല്ലാ കാര്യങ്ങളും വ്യത്യാസമാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ സൈക്കോളജിക്കൽ ലെവൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ പേടി, നമ്മുടെ ദേഷ്യം, അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം, വാത്സല്യം, ഇതെല്ലാം നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. ഈ സെറ്റ് ഓഫ് ഇമോഷൻസിനാണ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇമോഷൻസിനെ എത്രമാത്രം കൺട്രോൾ ചെയ്തിട്ട് നമുക്കൊരു സിസ്റ്റമാറ്റിക് ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ ട്രേഡിംഗ് സൈക്കോളജി ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാന സംഭവം. പല ആൾക്കാരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസിനൊക്കെ ഒരുപാട് വ്യത്യാസം കാണും. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്കും സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ അവർ നീങ്ങിയാൽ മാത്രമേ ഉള്ളൂ. അതായത് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ കണ്ടുപിടിക്കുക, അതേ ഉള്ളൂ ആകെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേർക്കും പല രീതിയിലായിരിക്കും അവരുടെ ഇമോഷൻസ്. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കും, ചില ആൾക്കാർക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും അവർക്ക് ദേഷ്യം വരില്ല, ചില ആൾക്കാർ ഭയങ്കര ഇമോഷണലി വീക്കായിട്ട് ആൾക്കാരായിരിക്കും, ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഭയങ്കര സങ്കടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഇതെല്ലാം ഒരു ട്രേഡിംഗ് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഓവറോൾ നമ്മുടെ സൈക്കോളജി, നമ്മുടെ ഒരു ബാലൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്. അതായത് ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം നമ്മൾ ലൈഫിൽ അധികം റിസ്ക് ഒന്നും എടുത്ത് ശീലിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി നമ്മൾ കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ദേഷ്യവും സങ്കടമൊക്കെ നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്കൊരു ട്രേഡിനകത്ത് ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വൈകാരികമായിട്ട് അത് പ്രകടിപ്പിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ. ദേഷ്യം വന്നാൽ നിങ്ങൾ ആ ഒരു ദേഷ്യം കൊണ്ട് ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അപ്പോൾ അവിടെ നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യണം. പിന്നെ വിഷമം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രേഡ് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റത്തില്ല, ആഴ്ചകളോളം ഉറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൺട്രോൾ കൊണ്ടുവരണം. കാരണം ഇതൊരു ബിസിനസ്സാണ്, അവിടെ നമ്മുടെ മൈൻഡ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം ഇമോഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതെന്നാൽ ഒരു വർഷം മാർക്കറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ സന്ദർഭങ്ങളാണ് നമുക്ക് കൂടുതൽ തീവ്രമായിട്ട് വിഷമം വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സന്ദർഭങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു എക്സ്ട്രീം ഇമോഷൻസിനെയൊക്കെ നമുക്കൊന്ന് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നൊരു ഫീൽഡും കൂടാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിങ്ങിലൊക്കെ നിങ്ങൾ തുടക്കത്തിൽ ഇരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവിടെ നമുക്ക് എക്സ്ട്രീം ഇമോഷൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ അത് ക്രമാതീതമായിട്ട് അത് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലൈഫിലൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഒരു 2 കൊല്ലം ട്രേഡ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറച്ച് കൺട്രോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 കൊല്ലത്തെ മുന്നത്തെ ഇപ്പോഴത്തെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറച്ച് കൺട്രോൾസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും. പക്ഷേ അത് സ്വാഭാവികമായിട്ടും വരുത്താൻ പറ്റും. കാരണം സൈക്കോളജിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസങ്ങൾ എത്ര എടുക്കുന്നോ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി വേയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈക്കോളജിക്കൽ മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പം അങ്ങനെ മാത്രമേ നമുക്കൊരു സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെ ആകാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു ഡയറക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ തന്നെ ഒരു റൂൾസ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ റൂൾസ് അനുസരിച്ച് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആ സൈക്കോളജിക്കൽ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് നമ്മളത് അച്ചീവ് ചെയ്യാൻ നോക്കരുത്. വളരെ പതുക്കെ സാവകാശം നമുക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് വലിയ വലിയ തിരിച്ചടികൾ വരും. കാരണം നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും മാർക്കറ്റ് നമുക്കൊന്നും തരാൻ പോകുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ആ ഒരു ഇമോഷണൽ കൺട്രോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മണിയായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. അതായത് ക്യാഷിനോട് നമ്മൾ എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ആയിട്ട് നിൽക്കുന്നു അത്രയും നമുക്ക് നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാരണം ഒരു ബിസിനസ്സുകാരൻ കാശിനെ കാണുന്നതും ഒരു നോർമൽ ആൾക്കാർ കാശിനെ കാണുന്നത് 2 വ്യത്യസ്തമായ രീതിയിലാണ്.
അതായത് നമുക്കെപ്പോഴും പൈസ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചു വരുന്ന നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പം ജോലി കിട്ടുന്നത് എന്തിനാണ്? നല്ല പൈസ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം പൈസ എന്നുള്ള സംഭവം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിലോട്ട് ഫീഡ് ചെയ്യുന്നു. പൈസ എന്തോ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൈസ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. പൈസ എപ്പോഴും സേവ് ചെയ്ത് വെക്കണം. ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം നമ്മുടെ മനസ്സിലോട്ട് ഓട്ടോമാറ്റിക്കലി ഫീഡ് ആകുന്നുണ്ട്. പക്ഷേ ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവ് വരുമ്പോൾ അങ്ങനെയല്ല. അവിടെ നമ്മൾ ഹ്യൂജ് മണിയിൽ റിസ്ക് എടുത്താൽ മാത്രമേ ഉള്ളൂ ആ റിസ്കിൻ്റെ ഇതായിട്ടുള്ള നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ അവർ ആ പണത്തിനോട് അത്ര അറ്റാച്ച്മെൻറ്റ് കാണത്തില്ല. കാരണം അവർ പണം ഒരു ടൂളായിട്ടാണ് കാണുന്നത്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അവർ കാണുന്നുള്ളൂ. അല്ലാതെ ഞാൻ വൈകാരികമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ ഒരിക്കലും അവർ നോക്കത്തില്ല. ട്രേഡിങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം 10 രൂപ നമ്മൾ ചിലവാക്കുവാണെന്ന് അത്ര പിടിച്ച് കണ്ട് ചിലവാക്കുന്നൊരു സ്വഭാവക്കാരനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് റിസ്ക് ഷെയർ മാർക്കറ്റ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരിക്കും. കാരണം ഇതിനകത്ത് പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. അപ്പം നമ്മൾ പണത്തിനോടുള്ള സെൻറ്റിമെൻറ്റ് കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കൊണ്ട പൈസ എല്ലാം കൊണ്ട് കളയാമെന്നല്ല. എന്നാലും കുറച്ച് നമുക്ക് ആ പണം നഷ്ടപ്പെടുന്നത് ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരില്ല. നഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതാദ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അതായത് പണം നഷ്ടപ്പെടുന്ന സംഭവം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റണം. അതായത് ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റിൻ്റെ തന്നെ സബ്ബായിട്ടുള്ള പോയിന്റാണ്. അതായത് നമ്മളെല്ലാം ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, പല ആൾക്കാരും പല ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായി. അതുകൊണ്ടാണ് അവരുടെ പണത്തിനുള്ള അറ്റാച്ച്മെൻറ്റും അതിനെ ബേസ് തന്നെ ഇരിക്കും. ഒരുപാട് ക്യാഷ് ഉള്ള ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാ ലക്ഷറി സംഭവങ്ങളൊക്കെ ലഭിച്ച് വളരുന്ന ഒരാൾക്ക് അയാൾക്ക് പണം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവർക്ക് അങ്ങനെ ഒരു പേടി കാണത്തില്ല. അവർക്ക് ഈസി ആയിട്ട് ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ലക്ഷങ്ങളിട്ട് അവർ കളിക്കുന്നുണ്ടായിരിക്കും. ചെറുപ്പത്തിൽ തന്നെ ലക്ഷങ്ങൾ കൈ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് റോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയായിരിക്കും. അതുകൊണ്ട് അവർക്ക് പണത്തിനോട് അത്ര വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ അവർക്ക് കുറച്ച് പൈസ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സൈക്കോളജിക്കൽ രീതി നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പക്ഷേ പണത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പണത്തിനുള്ള അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് പണം നഷ്ടപ്പെടുത്താൻ ഒരിക്കലും അവർ തയ്യാറാകത്തില്ല. നഷ്ടപ്പെടുന്ന ഒരു ഫീൽഡിൽ നിന്ന് ഒരിക്കലും അവർ പൈസ ഏൺ ചെയ്യാനും നോക്കത്തില്ല. അതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ വരുന്ന ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിന് ഇതിനകത്തൊരു മേജർ റോളുണ്ട്. പക്ഷേ ഷെയർ മാർക്കറ്റിന് നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതെന്ന് അറിയത്തില്ല. അവിടെ ഒറ്റ റൂളേ ഉള്ളൂ. അവിടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഏത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളാണെങ്കിലും ഷെയർ മാർക്കറ്റിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അത് ഏത് രീതിയിൽ കൂടെ വേണം ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അത് ഏത് രീതിയിൽ വേണം നമ്മൾ അച്ചീവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. അത് റെഡി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ ബിസിനസ്മാൻ. അതായത് ഈ ഒരു പെർസ്പെക്റ്റീവിലോട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരാൾ നിങ്ങളായിരിക്കും. ഇത് എല്ലാവരുടെയും കേസ് പറഞ്ഞതല്ല, പക്ഷേ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. കാരണം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അഡ്വൈസ് എടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഹ്യൂജ് മണി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനോ നിങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാർ കാണത്തില്ല. നിങ്ങളുടെ കൂട്ടുകാർ കാണത്തില്ല, നിങ്ങളുടെ വീട്ടുകാർ കാണത്തില്ല, നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരായിരിക്കത്തില്ല. അതുകൊണ്ട് എല്ലാ കാര്യം നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരണം. ഈ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഇത്ര ബുദ്ധിമുട്ട് പിടിച്ച സംഭവമാണ്. അതായത് ഇങ്ങനൊരു സംഭവം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് നല്ല എതിർപ്പുണ്ടായിരിക്കും. കാരണം ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് പൈസ പോകുന്ന എന്തോ സംഭവം എന്നാക്കി അവർ പറയുന്നത്. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാലും ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ തന്നെ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണ്. അവിടെ കൊണ്ട് പൈസ ഇടല്, എൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ കൊണ്ട് പൈസ എടുത്ത് പൈസ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നെഗറ്റിവിറ്റിക്കകത്തൊന്നും നിങ്ങൾ കയറി വരണം എന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു 6-7 മാസം അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾ പൈസ ഇട്ടിടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നഷ്ടമായിരിക്കും വരുന്നത്. കാരണം ഷെയർ മാർക്കറ്റിൽ അങ്ങനെയാണ്, തുടക്കക്കാർക്കൊക്കെ നഷ്ടം വരും. അപ്പോൾ ആ നഷ്ടം വരുമ്പോഴത്തേക്കും അത് നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് അവർ പറയും ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ പൈസ ഇടല്ലെന്ന്. അപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും അവരെ ഒരു മണ്ടനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരും ചെയ്യുമോ, ഇതൊക്കെ മണ്ടന്മാർ ചെയ്യുന്നത്, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ അവരോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞില്ല അപ്പരോടും ചെയ്യല്ലെന്ന്, മറ്റേ വാക്കുകൾ ഇത് ചെയ്യേണ്ട കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഷെയർ മാർക്കറ്റിൻ്റെ പ്രത്യേകം വെച്ചാൽ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോടോ ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടെങ്കിലും ലാഭം ഉണ്ടെങ്കിലും ഇത് അധികം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോങ് ടൈമിൽ ഒരു 5-6 കൊല്ലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ മറ്റാൾക്കാരിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നിരിക്കും. പക്ഷേ തുടക്കത്തിൽ നിങ്ങളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നിങ്ങളെ ഇത് ചെയ്യാൻ അനുവദിക്കത്തില്ല. അത് ആൾക്കാരുടെ പ്രത്യേകത അങ്ങനെ. കാരണം അവരുടെ എക്സ്പീരിയൻസും അവർ കേട്ടറിവും എല്ലാം കൂടെ വെച്ചായിരിക്കും അവർ തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ അവർ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ 1-2 വർഷം നിങ്ങൾ ട്രേഡ് ചെയ്ത് ലോസ് ആണെങ്കിൽ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് തോന്നാം അവർ പറഞ്ഞത് ശരിയാണ്, ഞാൻ പോകുന്ന റോങ് ആയിട്ട് ട്രാക്കിൽ കൂടെ ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാം. അപ്പോൾ അവിടെ നിന്ന് ആ നഷ്ടം വരുമ്പോഴത്തേക്കും നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒഴിവായി പോകും. പക്ഷേ അവിടെ നിങ്ങൾക്ക്
വേണമെന്നുണ്ടെങ്കിൽ 1 വർഷം കൂടെ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടും ആ ഒരു പ്രശ്നം കാരണം നിങ്ങൾക്ക് അവിടെ അധികം നാൾ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ കുറച്ച് നഷ്ടമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളത് നിർത്തിപ്പോകും. ചിലപ്പോൾ 1 വർഷം കൂടെ നിങ്ങൾ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ വളരെ നെഗറ്റീവായിട്ട് ആൾക്കാരെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ആൾക്കാരെയൊക്കെ ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരതിനെപ്പറ്റി വലിയ ചർച്ച ഉണ്ടാക്കും, നിങ്ങളെപ്പറ്റിയുള്ള തീരുമാനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അതുപോലത്തെ ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പ്രോഫിറ്റബിൾ ആയതിനു ശേഷം മാത്രം ഒരു 5-6 വർഷത്തെ ഇടവേളയിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും, കൊള്ളാമല്ലോ, ഇപ്പോൾ എനിക്കും ഇതൊന്ന് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ളൊരു സംഭവത്തിൽ അവർ പറയും. അതായത് ആൾക്കാർ അങ്ങനെയാണ്, അവർക്ക് എപ്പോഴും ഒരു കൺഫർമേഷൻ കിട്ടണം. മറ്റൊരാൾ ചെയ്തിട്ട് അവിടെ ലാഭം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ആ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങത്തുള്ളൂ. അല്ലാതെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ ഒരു റിസ്ക് എടുക്കാൻ പല ആൾക്കാരും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതായത് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. നമ്മുടെ മനസ്സ് അത്ര സങ്കീർണമായ സംഭവമാണ്. അപ്പോൾ അതിനെ നമ്മൾ എത്രയോ നല്ല രീതിയിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നേ പറയണം. നമ്മൾ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു രീതി നമ്മൾ കൊണ്ടുവരുവാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊരു മാനിപ്പുലേഷൻ തന്നെയാണ്. നമ്മൾ തന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അതിൻ്റെ ഒരു റിവാർഡെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഫോളോ ചെയ്യാം. അതായത് ഈ വീഡിയോസിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചിന്തിക്കാൻ വേണ്ടിയുള്ളൊരു ത്രെഡ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില തീരുമാനം എടുക്കാനുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇത് സൈക്കോളജി എന്ന് പറയുമ്പോൾ ശരിക്കും ട്രേഡിങ്ങിൽ മാത്രമല്ല, എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് ലൈഫിൽ ആവശ്യമുള്ള സംഭവമാണ്. അപ്പം ട്രേഡിംഗ് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് പോലും പല രീതിയിലും ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.